ഹായ് ഡിയേഴ്സ്, കാണാൻ അതിമനോഹരമായിട്ടുള്ളൊരു സക്കുലൻറ്റ് പ്ലാന്റാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അതുമാത്രമല്ല, ഒരു പോട്ട് നിറച്ചും ഷൂട്ട്സ് തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റാണ് കേട്ടോ. ഈ പ്ലാന്റ് പ്രത്യേകിച്ച് ആരെയും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല, എന്നാലും പറയാം. ഇത് ജെയ്ഡ് പ്ലാന്റ് ഉണ്ടല്ലോ, നമ്മുടെ നോർമലി കാണുന്ന ഗ്രീൻ ലീഫോട് കൂടിയിട്ടുള്ള ജെയ്ഡ് സക്കുലൻ്റ്, അതിൻ്റെ തന്നെ വെരിഗേറ്റഡ് വെറൈറ്റിയാണ്. ഗ്രീൻ സക്കുലൻ്റ് കുറച്ചും കൂടി ഹൈറ്റിൽ പൊന്തിപ്പോയി വളരുന്ന ഒരു വെറൈറ്റിയാണ്, പക്ഷേ ഇത് അത്രയും ഹൈറ്റിൽ വളരില്ല. ഇതിൻ്റെ ലീഫിൽ ഒരു വൈറ്റ് വെരിഗേഷൻ വരുന്നുണ്ട്. പിന്നെ പുതിയ ലീഫ് വരുമ്പം ഇത് പുതിയ ആ ഒരു ലീവ്സ് വരുന്ന ഭാഗം കണ്ടില്ലേ, അതെല്ലാം നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ്. പിന്നെ അതൊരു ലൈറ്റ് റോസായിട്ട് മാറും. പിന്നെ വൈറ്റ് കൂടി മിക്സ് ആയിട്ടുള്ള കളറാവും. പിന്നെയാണ് ആ വൈറ്റും ഒരു ലൈറ്റ് ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള കളറിലേക്ക് വരുന്നത്. നല്ല പ്രകാശം കിട്ടുന്ന സ്ഥലത്ത് ഈ പ്ലാന്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ ഇതേപോലെ എല്ലാ സമയത്തും ഉണ്ടാവും. പിന്നെ ഈ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ആൾക്കാർ ഒരിക്കലും റീപോർട്ട് ചെയ്യേണ്ട. പെട്ടെന്ന് തന്നെ ഇതിലൊരുപാട് ഷൂട്ടാണ്, സ്പ്ലിറ്റ് ചെയ്തൊക്കെ വെക്കാനായിട്ട് പറ്റും. പക്ഷേ കുറച്ച് നാളത്തേക്ക് ഇതുപോലെ തന്നെ ഇരുന്നോട്ടെ. ഇനി നിങ്ങൾ ഈ പ്ലാന്റ് പോട്ടിൽ നിന്ന് മാറ്റുവാണെങ്കിൽ തന്നെ ഈ മിക്സോട് കൂടിയിട്ട് കുറച്ച് കൊക്കോപീറ്റ്, കുറച്ച് ഫംഗിസൈഡ് മിക്സ് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് വേണം മാറ്റി വയ്ക്കാനായിട്ട്. അല്ലാണ്ട് ഒരുപാട് പോട്ടി മിക്സ്, ഒത്തിരി വളമൊന്നും ചേർത്ത് ഇത് മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്കിത് സിംഗിളായിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തൈ എടുത്ത് മാറ്റി ഒരു ചെറിയ പോട്ടിലേക്കൊക്കെ സെറ്റ് ചെയ്ത് വളർത്താവുന്നതാണ്. പിന്നെ വാട്ടറിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, സ്പ്രേ ചെയ്ത് നനച്ചാൽ മതിയാവും. കാരണം ഇതിൻ്റെ മിക്സ് കൊക്കോപീറ്റ് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു കൊക്കോപീറ്റിലേക്ക് ഒത്തിരി വെള്ളവും നനവും ഒക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ആ ഒരു വെള്ളം തങ്ങി നിന്ന് ഇതിൻ്റെ ആ സ്റ്റെമ്മൊക്കെ ഡാമേജ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി നനവ് ഇതിന് വേണ്ട, നോർമലായിട്ടുള്ള നനവ് മതിയാവും. സക്കുലൻ്റ് ആകുമ്പം സ്റ്റെമ്മിലും അതിൻ്റെ ലീഫിലും എല്ലാം വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഉള്ള പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നനയ്ക്കുന്നത് ആഴ്ചയിൽ ഒന്നൊക്കെ മതിയാവും കേട്ടോ, ഒരുപാട് വേണ്ട. പിന്നെ ഇതിൻ്റെ മിക്സോട് കൂടി നമുക്ക് ഈ പോട്ടിൽ നിന്ന് ഇങ്ങനെ ഊരിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അടിഭാഗം നനവ് എത്രത്തോളം ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്തൊക്കെ ഒന്ന് മൊത്തത്തിൽ നനച്ച് കൊടുത്താൽ മതിയാവും. ഒത്തിരി വളങ്ങളോ ഒത്തിരി കെയറിങ് ഒന്നും ആവശ്യമില്ലാതെ ഡയറക്റ്റ് പ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വയ്ക്കുക കേട്ടോ. ലൈറ്റിൻ്റെ ഒക്കെ പ്രസൻസിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി പ്ലാന്റ് പെട്ടെന്ന് ഡാമേജ് ആയി പോകും. പിന്നെ നോർമലി ഉള്ള ഒരു കളറൊന്നും നമ്മുടെ പ്ലാന്റിന് കിട്ടില്ല. അപ്പോൾ നമുക്ക് 2 സൈസ് പ്ലാന്റാണുള്ളതെന്ന് പറഞ്ഞു. ആദ്യം കാണിച്ച ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റിന് 400 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ സൈസിലുള്ള ജിഫി പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. ജിഫി പ്ലാന്റിൽ സിംഗിൾ ഷൂട്ടാണ് പ്ലാന്റ് വരുന്നത്. ഇതുപോലെ പോട്ടിലുള്ളത് ഒത്തിരി ഷൂട്ട്സ് വരുന്ന പ്ലാന്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ. ഇത് വാങ്ങാനായിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി.